ബംഗ്ലാദേശ് ബൗളർ മുസ്തഫിസുർ റഹ്മാനെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ കടുത്ത പ്രതിഷേധമാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മുസ്തഫിസുറിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റിലീസ് ചെയ്തതിന് പിന്നാലെ IPLന് ബംഗ്ലാദേശ് സർക്കാർ ആ രാജ്യത്ത് അനിശ്ചിതകാല വിലക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് രസകരമായ പുതിയ ആവശ്യവുമായി ബംഗ്ലാദേശ് ആരാധകർ വരുന്നത്. IPLൻ്റെ ലോഗോയും മാറ്റണമെന്നാണ് ബംഗ്ലാദേശ് ആരാധകരുടെ ആവശ്യം. IPL ലോഗോയിൽ ഉള്ളത് ബംഗ്ലാദേശിൻ്റെ മുൻ താരമായ മഷ്റഫെ മൊർത്താസയുടെ ഒരു ഷോട്ടാണെന്നും ടൂർണമെൻറ്റിൽ ബംഗ്ലാദേശ് താരങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ ഈ ലോഗോയും മാറ്റണം എന്നാണ് ബംഗ്ലാദേശ് ആരാധകർ വാദിക്കുന്നത്. ഒരു ക്രിക്കറ്റർ ഷോട്ട് കളിക്കുന്ന ചിത്രമാണ് IPLൻ്റെ ലോഗോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് ബംഗ്ലാദേശിൻ്റെ മുൻ ക്യാപ്റ്റൻ കൂടിയായ മഷ്റഫെ മൊർത്താസ ആണെന്നാണ് ബംഗ്ലാദേശ് ഫാൻസ് അവകാശപ്പെടുന്നത്. 2007 ലോകകപ്പിൽ മഷ്റഫെ മൊർത്താസ കളിച്ച ഒരു ഷോട്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് IPLൻ്റെ പ്രശസ്തമായ ലോഗോയ്ക്ക് രൂപം നൽകിയത് എന്നാണ് ബംഗ്ലാദേശ് ആരാധകർ കണ്ടെത്തിയത്. UK ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വെഞ്ചർ 3 എന്ന ഏജൻസിയാണ് IPLൻ്റെ ഈ ലോഗോ ഡിസൈൻ ചെയ്തത്. മൊർത്താസയാണോ ചിത്രത്തിൻ്റെ കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ലോഗോ മാറ്റണമെന്ന ആവശ്യത്തിൽ BCCIയോ IPL സംഘാടകരോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. ലോക കായിക മേഖലയിൽ കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ക്രിക്കറ്റ് മാമാങ്കമാണ് ഇന്ത്യയിലെ IPL. 2008 മുതലാണ് ഈ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത്. വെഞ്ചർ 3 എന്ന ഏജൻസി ഡിസൈൻ ചെയ്ത ലോഗോയിൽ IPL എന്നെഴുതി ഒരു ബാറ്റ്സ്മാൻ ഒരു ബാക്ക് ഫുട്ട് ഷോട്ട് കളിക്കുന്നതാണ് കൊടുത്തിട്ടുള്ളത്. ഈ IPL ലോഗോയിലെ ഷോട്ട് കളിച്ചത് ആരാണെന്നതിനെക്കുറിച്ച് നിരവധി ഊഹാപോഹങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു. പ്രശസ്ത ക്രിക്കറ്റ് താരങ്ങൾ കളിച്ച ചില ഷോട്ടുകളുമായി ഈ ലോഗോയെ ആരാധകർ താരതമ്യം ചെയ്യുന്നുമുണ്ട്. എന്നാൽ IPL ലോഗോയ്ക്ക് പിന്നിലെ യഥാർത്ഥ മുഖം മുൻ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം AB ഡിവില്ലിയേഴ്സ് ആണെന്ന് പല ആരാധകരും വിശ്വസിക്കുന്നു. വീരേന്ദ്ര സെവാഗ്, യൂസഫ് പത്താൻ അല്ലെങ്കിൽ സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കർ എന്നിവരും ആ ലോഗോ പ്രചോദനം ഉൾക്കൊണ്ടിരിക്കാം എന്നും ആരാധകർ പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്ക് വേണ്ടി കുറച്ച് മത്സരങ്ങൾ കളിച്ച പിന്നീട് കമൻട്രി പറയാൻ എത്തിയ ആകാശ് ചോപ്രയാണ് മൊർത്താസയെ ആ ലോഗോയുമായി കണക്ട് ചെയ്തത്. 2007 ക്രിക്കറ്റ് ലോകകപ്പിലെ മൊർത്താസ ആ ഷോട്ട് കളിച്ചെന്നാണ് ചോപ്ര പറയുന്നത്. പക്ഷേ ഡിവില്ലിയേഴ്സിൻ്റെ ഷോട്ട് കണ്ടിട്ട് രഹസ്യമായാണ് IPL ലോഗോ രൂപകൽപ്പന ചെയ്തതെന്നാണ് ഇന്ത്യയുടെ മുൻ ഓപ്പണർ വീരേന്ദ്ര സെവാഗ് അഭിപ്രായപ്പെടുന്നത്. മനക്കരുത് എന്നത് ഡിവില്ലിയേഴ്സിനാണെന്നും അത് എല്ലാ കരുത്തിനേക്കാളും മുകളിലാണെന്നും കൂടി സെവാഗ് പറയുന്നുണ്ട്. മൊർത്താസെ ബംഗ്ലാദേശ് ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരിക്കാം. എന്നാൽ ഇംഗ്ലണ്ടിലെ വെഞ്ചർ 3 കമ്പനി അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ലോകോത്തര വെടിക്കെട്ട് ബാറ്ററായിരുന്ന AB ഡിവില്ലിയേഴ്സ് തന്നെയാകും അവരുടെ സങ്കല്പത്തിൽ ഉണ്ടാകുന്നത്. ബംഗ്ലാദേശ് താരം മൊർത്താസ മാത്രമല്ല ഇത്തരം ഷോട്ടുകൾ കളിച്ചിട്ടുള്ളത്. നിരവധി ബാറ്റർമാർ അതേ ഷോട്ട് കളിച്ചിട്ടുണ്ട്. ഇനി മൊർത്താസയുടെ ഷോട്ടാണ് ലോഗോ ഉണ്ടാക്കാൻ പ്രചോദനം ആയതെങ്കിൽ പോലും ഈ ആരാധകർക്കൊന്നും ചെയ്യാനും കഴിയില്ല. ബംഗ്ലാദേശിൽ കിടന്ന് കരയാമെന്നേ ഉള്ളൂ. IPL ഇവിടെ നടക്കും, അതുവഴി ഇന്ത്യ പണം വാരുകയും ചെയ്യും. കോടികൾ മുടക്കി കോടികൾ കൊയ്യുന്ന കളിയിൽ വെറും കാഴ്ചക്കാർ മാത്രമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം. ഈ സംഭവത്തോടെ നിങ്ങളുടെ ദേശീയ ടീമിലെ കളിക്കാരെ ഇനി IPLൽ എടുക്കാനും സാധ്യത കാണുന്നില്ല. ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് കളിക്കാൻ വരുമ്പോൾ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് ധോണിയുടെ തല അറുക്കുന്ന ചിത്രം വരെ കാണിച്ച് ആർത്ത് വിളിച്ച സംസ്കാര ശൂന്യരായ ബംഗാളി ആരാധകർ ഈ IPL ബഹിഷ്കരിച്ചാൽ പോലും ഇവിടെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല.